ഞാനൊരിക്കൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി കൗമാരത്തിലേക്ക് പിച്ച് വയ്ക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ എന്നും പറഞ്ഞിരുത്തി. പെട്ടെന്ന് ഇത് ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. സീറ്റ് വിട്ട് ഓടി വന്ന ശേഷം എന്നോട് പറഞ്ഞു, അറിയാമോ, ഞാൻ ഗോവയിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ കുട്ടി കൂടുതൽ സന്തോഷത്തോടെ ചോദിച്ചു, എങ്ങനെ അറിയാം? ഞാൻ ഗോവയിൽ വന്നപ്പോൾ മോളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. വീണ്ടും സന്തോഷം കൂടി. അന്നാ പറയൂ, ഞാൻ അന്ന് ഏത് ഡ്രസ്സായിരുന്നു ഇട്ടായിരുന്നേ? ഞാൻ പറഞ്ഞു, മോള് രാജകുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരിക്കുമ്പോൾ രാജകുമാരിയാണ്, രാജകുമാരിയുടെ ഡ്രസ്സായിരുന്നു ഇട്ടായിരുന്നേ. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, മോള് ആ ഡ്രസ്സിൽ അതിസുന്ദരിയായിരുന്നു എന്ന്. ഇതിൻ്റെ സന്തോഷം സഹിക്കാൻ പറ്റണില്ല. കുഞ്ഞു പോയി സീറ്റേലിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നെ കൈ മുറിഞ്ഞതൊക്കെ കാണിച്ചു തന്നു. ഓക്കെ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുത്തി. ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതിന് ശ്രദ്ധ കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പട്ടോ എന്നും പറഞ്ഞ് താഴേക്ക് ഒറ്റ വീഴ്ച. ഞാൻ ഓടി ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, കരയണ്ട, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നാം അല്ലേ? ടീച്ചേഴ്സിന് ഇത് വിചിത്രമായിട്ടൊന്നും തോന്നില്ല. കാരണം ഇവർ ഡെയിലി ഇങ്ങനെ ഒത്തിരിയേറെ കേസുകൾ കൈകാര്യം ചെയ്യണതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണുമ്പോൾ ആ കുഞ്ഞിലേക്ക് മാത്രമായിട്ട് പോകരുത്, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ മൂടി വെച്ചേക്കണ കാര്യങ്ങൾ അത് ഒത്തിരി ഷെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവാണ്, ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ്, ആൻസൈറ്റി, ശൂന്യതാബോധമൊക്കെ കാണും. അതൊക്കെ ആ ഇമോഷൻസിനെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ടെക്നിക്കാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി, ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ആവാം. ഇതും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അമിതമായ വഴക്ക്, അല്ലെങ്കിൽ കുടുംബസമാധാനമില്ലായ്മ, ഇതൊക്കെ കുട്ടികൾ വെന്റിലേറ്റ് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കരുത് കേട്ടോ, ഇത് കുട്ടികളിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണെന്ന്. അങ്ങനെയല്ല, മുതിർന്നവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ കാണിക്കുന്ന രീതി വേറെയാണെന്ന് മാത്രം. അപ്പം അടുത്തത്, അപ്പം നമ്മളൊരു പേരൻറ്റിങ്ങിലേക്ക് ഇത് പോവുകയാണെങ്കിലോ, അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇത് കുട്ടിയിൽ മാത്രം ഒതുങ്ങണില്ലെങ്കിൽ എന്നാൽ പേരൻറ്റിങ്ങിലായിരിക്കും പ്രശ്നം വന്നേക്കണേ. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കേൾക്കാൻ പോലും സമയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തെറ്റല്ല, അവരുടെ സ്ഥാനത്ത് അവർ ശരിയാണ്. ചില മാതാപിതാക്കളുടെ ഒരു മനോഭാവമുണ്ട്, ഞാൻ ഉൾപ്പെടെ എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ കുട്ടിക്ക് കിട്ടണം. ഇപ്പം അവരുടെ ബാല്യകാലത്ത് അവർക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം മോശമായിരുന്നെങ്കിൽ അവരെന്ത് ചിന്തിക്കും, എൻ്റെ കുട്ടിക്ക് ഒത്തിരിയേറെ വിദ്യാഭ്യാസം കൊടുക്കണം. ഒരു പക്ഷെ സമ്പത്തായിരിക്കും ബാല്യത്തിൽ അവർക്കില്ലാതെ പോയത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചിന്തിക്കും, എൻ്റെ കുഞ്ഞിന് ആവോളം സമ്പത്ത് ഞാൻ തേടി കൊടുത്ത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കും. ഇപ്പം ഞാൻ ചിന്തിക്കും, ഈ ബാല്യത്തിൽ മാതാപിതാക്കൾക്ക് സ്നേഹം കിട്ടാതെ പോയായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കൾക്ക് ഇഷ്ടംപോലെ സ്നേഹം വാരി കയറി കൊടുത്തോണ്ടവനെ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുട്ടിക്ക് ഒരു പക്ഷേ സമ്പത്തോ വിദ്യാഭ്യാസമോ ഒന്നും ആയിരിക്കില്ല വേണ്ടത്. നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് വേണ്ടത് ഒരു ചേർത്ത് നിർത്തൽ, ഒരു തലോടൽ, കുറച്ച് സ്നേഹം, ഇത്രയും മാത്രം മതിയെങ്കിലോ. നമ്മൾ ഈ തേടിക്കൂട്ടിയതൊക്കെ എന്താവും സ്ഥിതി? അപ്പൊ പിന്നീട് എന്ത് സംഭവിക്കും, നമ്മളുടെ കുട്ടികൾ നമ്മൾക്ക് ലൈബിലിറ്റി ആയിട്ട് മാറും. ഇതെല്ലാം തേടി വരുമ്പോഴത്തേക്കും നമ്മളുടെ കുട്ടികൾ നമ്മളുടെ കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കും. കാരണം എന്താ, അവർക്ക് വേണ്ടത് അവർ സ്വയം തേടാൻ തുടങ്ങും. അപ്പൊ നമ്മളുടെ കുട്ടികൾ ജീവിതകാലം മൊത്തം ലൈബിലിറ്റി ആയി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ ഒരു കുട്ടി 18 വയസ്സ് സ്വന്തം കാലിൽ നിന്ന മക്കളെ സമ്പാദിക്കണം, കുടുംബത്തിന് ബാധ്യതയായി മാറരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു 18 വയസ്സിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി തപ്പിപ്പിടിക്കും. 25 വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ ജീവിതമൊക്കെ ഒന്ന് സെറ്റിലാവും. പക്ഷെ ഇന്നത്തെ കുട്ടികളോ, 25 വയസ്സിലൊക്കെ അവർ പഠിച്ച് നടക്കുവാണ്. എനിക്ക് ചില കുട്ടികളെ അറിയാം, ജോലിക്ക് പോകാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് ഇവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25, 28, 30 വയസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം എവിടെയാണ്, ഒരു വിവാഹ ജീവിതം എവിടെയാണ്? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ പേരൻറ്റിങ്ങിന് വിട്ട് അപ്പം നമ്മൾ ചിന്തിക്കും, ഓ ആ കുട്ടിയുടെ പ്രശ്നത്തിൽ മാത്രം നിന്നില്ല, പേരൻറ്റിങ്ങിലായിരിക്കും പ്രശ്നം. അതുമല്ല, അതൊക്കെ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മനോവൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക രോഗമുള്ള
മാതാപിതാക്കൾ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. ചില നാർസിസ്റ്റിക് ആയ മാതാപിതാക്കൾ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ജീവിതം എത്ര ദുസ്സഹമാവും അറിയാമോ? നമുക്കിത് മനസ്സിലാവില്ല. നമ്മുടെ ജീവിത പങ്കാളി ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളിൽ ഇത് ആരാ തെറ്റ്, ഞാനാണോ തെറ്റ്, അവരനാണോ തെറ്റെന്നുള്ള കുറ്റബോധത്തോടു കൂടി ജീവിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എന്ത് പറ്റും? ഇപ്പൊ ഭർത്താവ് ഒരു നാർസിസ്റ്റിക് ആണെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ ലേൺഡ് ബിഹേവിയർ എന്ന് പറയും, അവരും കുറെ കാലം ജീവിച്ച് അതേപോലെ ആയിത്തീരും. മക്കളും ഏകദേശം അങ്ങനെയൊക്കെ ആയി മാറും. അപ്പൊ എന്ത് പറ്റും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളർന്നു വന്നു, അടുത്ത തലമുറയെ നശിപ്പിക്കുന്നു, അവര് വളർന്നു അടുത്ത തലമുറ, അങ്ങനെ അങ്ങനെ തലമുറ നശിപ്പിക്കും, സമൂഹവും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു മഞ്ഞുകട്ട സമുദ്രത്തിൽ വീണ് കിടന്നാൽ 10% നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, 90% വെള്ളത്തിനടിയിലാണ്. അതുപോലെയാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയർ. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന 10% ഉള്ളൂ, 90% പിന്നാമ്പുറങ്ങളിലാണ്. ആ 90% നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ കണ്ടെത്താൻ പോകണ്ട, നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പോയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഭയങ്കര കഴിവാണ്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ച്. കാരണം മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും സാധിക്കും. നമ്മളെ ഒന്ന് ഉപദേശിച്ച് നോക്കി, നമ്മളെ ഒന്ന് മനസ്സിലാക്കി നോക്കി, നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാനായിട്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കും. ആ ചെറിയ തിരുത്തലുകൾ നമ്മളുടെ പുതുതലമുറയ്ക്ക് ഒത്തിരിയേറെ പ്രയോജനം ചെയ്യും. നല്ല തലമുറകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും.